പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പരിശുദ്ധ അമ്മയോടൊപ്പം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ധ്യാനിച്ചത് ജപമാലയിലെ ആ ദിവ്യരഹസ്യങ്ങളെ കുറിച്ചാണ്. ഇന്ന് ഒക്ടോബർ മാസം 26-ാം തീയതി നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശം, പ്രത്യേകിച്ചും ജപമാല ചൊല്ലുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും ജപമാലയിലൂടെ നമുക്ക് കരഗതമാകുന്ന ആ വലിയ കൃപകളെക്കുറിച്ചും സംരക്ഷണത്തെക്കുറിച്ചും ആണ്. ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന പുസ്തകം 1972 ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് പ്രാർത്ഥനയ്ക്കായിട്ടെത്തിയ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികൻ, അദ്ദേഹം തന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഏതാനും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അവര് പൗരോഹിത്യം ഉപേക്ഷിച്ച് സഭയ്ക്കെതിരെ തിരിയാനൊക്കെ പോയപ്പോ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി അദ്ദേഹം പ്രാർത്ഥിക്കുകയും വൈദികർക്ക് വേണ്ടി ഒരു മരിയൻ പ്രസ്ഥാനം ആരംഭിക്കാൻ പരിശുദ്ധ അമ്മ ഈ വൈദികന് പ്രചോദനം നൽകുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് പിന്നീട് 25 വർഷത്തോളം പരിശുദ്ധ അമ്മ സന്ദേശങ്ങൾ കൊടുക്കാനായിട്ട് തുടങ്ങി. ആ സന്ദേശങ്ങളാണ് ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന പുസ്തകത്തില് നമ്മൾ വായിക്കുന്നത്. ഏകദേശം 604ഓളം സന്ദേശങ്ങള് ഈ പുസ്തകത്തില് നമുക്ക് പരിശുദ്ധ അമ്മ ഈ അച്ഛന് ഉൾപ്രേരണയായിട്ട് നൽകിയിട്ടുണ്ട്. അതില് 184-ാമത്തെ സന്ദേശം, അതിന്റെ പേരിങ്ങനെയാണ്, നിങ്ങളുടെ ജപമാല എന്നാണ് അതിന്റെ തലക്കെട്ട്. 1979 ഒക്ടോബർ മാസം 7-ാം തീയതി ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസം നൽകപ്പെട്ട സന്ദേശമാണ്. ഈ സന്ദേശത്തില് ഏതാനും കാര്യങ്ങള് ജപമാല ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ അമ്മ നൽകിയിട്ടുണ്ട്. ഒന്നാമതായിട്ട് മാതാവ് പറയുകയാണ്, ജപമാല എന്നത് അതൊരു സ്നേഹത്തിന്റെ ഒരു ചങ്ങലയാണ്. ഈ സ്നേഹത്തിന്റെ ചങ്ങല നിങ്ങളെ സ്വർഗവുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഈ ചങ്ങല നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത് അനേകം ആത്മാക്കളെ നേടാനായിട്ട് ഉപകരിക്കുന്നു. പ്രത്യേകിച്ചും വഴിതെറ്റിപ്പോയ ആത്മാക്കൾ, ഈ ആത്മാക്കളെ ദൈവത്തോട് അടുപ്പിക്കാനും സ്വർഗത്തിലേക്ക് അവരെ ചേർത്ത് നിർത്താനായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അതുവഴി സാധിക്കുന്നു എന്ന് പരിശുദ്ധ അമ്മ ഈ സന്ദേശത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മ പറയുന്നത്, ഈ ജപമാല എന്നത് ലോകത്തെ മുഴുവനും മാറ്റിമറിക്കാനുള്ള ഒരു ശക്തി ഇതിനുണ്ട് എന്ന് പറഞ്ഞാൽ, ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളിലും സ്വാധീനം ചെലുത്താനും ലോകത്തെ തന്നെ വലിയ ഒരു മാറ്റത്തിലേക്ക് നയിക്കാനും ഈ ജപമാല ചൊല്ലുന്നതിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് ഇടപെടുന്നതിലൂടെ സാധിക്കുമെന്ന് അമ്മ പറയുകയാണ്. നമുക്കറിയാം, ഇന്ന് ലോക ചരിത്രത്തില് ലോകത്തില് ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. യുദ്ധത്തിന്റെ, അതുപോലെ ധാർമ്മിക അധപതനത്തിന്റെ, വിശ്വാസം ക്ഷയിച്ച ഒരവസ്ഥകളൊക്കെ നമ്മൾ കാണുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, ക്രൈസ്തവർക്കെതിരെയുള്ള ഒരുപാട് ആക്രമണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ രാജ്യത്തും വിദേശത്തും ഒക്കെ ആയിട്ട്. ഇവിടെയൊക്കെ പരിശുദ്ധ അമ്മ പറയാണ്, നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടപെടും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. അപ്പോൾ ജപമാല ചൊല്ലുന്നതിലൂടെ മനുഷ്യന്റെ ഹൃദയത്തിൽ മാറ്റം വരുത്താൻ പറ്റും, സഭയിലെ മാറ്റം വരുത്താൻ പറ്റും, ലോകം മുഴുവനിലും മാറ്റം വരുത്താനായിട്ട് സാധിക്കുമെന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് മാതാവ് പറയണത്, ഇത് വളരെ ശക്തിയേറിയ ഒരു ആയുധമാണ്, ഒരു ആത്മീയ ആയുധമാണ്. ഈ ജപമാലയാകുന്ന ആയുധമെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ പറയുകയാണ്, ഒരു ശക്തമായ ഒരു വാള് നിങ്ങൾ നിർമ്മിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ജപമാല എന്നത് ദൈവത്തിന്റെ വചനങ്ങൾ കൂട്ടിച്ചേർത്തുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ കണ്ടു, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനവും 1-ാം അധ്യായം തന്നെ 42-ാമത്തെ തിരുവചനം എടുത്തുമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്ന് പറഞ്ഞാൽ ഈശോയെ ലോകത്തിന് തരാനായിട്ട് പരിശുദ്ധ അമ്മയെ ദൈവം തിരഞ്ഞെടുത്തു. ഈ അമ്മ അനുഗ്രഹീതയാണ്. ഈ അമ്മയിലൂടെ നമുക്ക് നൽകപ്പെട്ട ഈശോ ലോകത്തിന് മുഴുവൻ രക്ഷ നൽകുന്നവനാണ്, അവിടെ നിന്ന് അനുഗ്രഹീതനാണ് എന്ന് പറയുമ്പോൾ പിശാച് അവിടെ പരാജയപ്പെടുകയാണ്, പിശാചിന്റെ ശക്തി ക്ഷയിച്ചു പോവുകയാണ്. വളരെ ശക്തിയേറിയ ഒരായുധമാണ് ജപമാല എന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാലാമതായിട്ട് പരിശുദ്ധ അമ്മ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ അത് കൃപയും അതുപോലെ വലിയ സംരക്ഷണവും നിങ്ങൾക്കത് പ്രദാനം ചെയ്യുന്നുണ്ട്.
ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന മക്കൾ പരിശുദ്ധ അമ്മയുടെ ആ ഒരു വിദ്യാലയത്തിലാണ്. പരിശുദ്ധ അമ്മ അവരോടൊപ്പം നടക്കുന്നു. പരിശുദ്ധ അമ്മ അവരെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മ അവർക്ക് വലിയ സംരക്ഷണം നൽകുന്നു. ഒരു കൊച്ചു കുഞ്ഞ് ഒരു അമ്മയുടെ മടിയിൽ വളരെ സ്വസ്ഥമായിട്ട് സുരക്ഷിതമായിട്ടിരിക്കുന്നത് പോലെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ആ വലിയ സംരക്ഷണത്തിലാണ് എന്ന് പരിശുദ്ധ അമ്മ പറയുന്നു. പ്രിയമുള്ളവരെ, ഓർക്കുക, എത്രയോ വലിയ ആഴമായ സന്ദേശങ്ങളാണ് പരിശുദ്ധ അമ്മ ഈ ജപമാല ചൊല്ലുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന കൃപകളെ കുറിച്ച് പറഞ്ഞു തരുന്നത്. അഞ്ചാമതായിട്ട് മാതാവ് പറയുകയാണ്, ഈ സന്ദേശത്തിൽ പറയുകയാണ്, ജപമാല നിങ്ങൾ ചൊല്ലുമ്പോ നിങ്ങൾക്ക് വലിയ വിജയം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുകയാണ്. വലിയ വിജയം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. കാരണം മാതാവ് പറയാണ്, നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ ത്രിത്വത്തിന് മുൻപിൽ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാനുള്ള വലിയ ശക്തി ലഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, ജപമാല ചൊല്ലുമ്പോൾ മാതാവിന് വലിയ ശക്തി ലഭിക്കുകയാണെന്ന് മാതാവ് പറയുന്നു. നമ്മൾ മറക്കരുത്, ഓരോ ജപമാലയും നമുക്ക് വേണ്ടി പരിശുദ്ധ അമ്മ പ്രവർത്തിക്കാൻ അമ്മയ്ക്ക് വലിയ ശക്തി ലഭിക്കുകയാണ്. പരിശുദ്ധ അമ്മ അതുവഴി വിജയം വരിക്കുന്നു. അമ്മയുടെ വിമല ഹൃദയം വിജയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശോയുടെ തിരുഹിതം നടക്കാൻ ആ പരിശുദ്ധ അമ്മ വഴി മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നു. നമ്മൾ കാണുന്നുണ്ട്, ഒക്ടോബർ മാസത്തില് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ഒക്ടോബർ മാസം 7-ാം തീയതിയാണ് ലെപ്പാൻഡോ എന്ന സ്ഥലത്ത് ക്രൈസ്തവര് ഒരുപാട് ഭയത്തിന് നിഴലിൽ നിന്നപ്പോൾ അവര് ചെറിയൊരു കപ്പൽ പടയായിട്ട് നിൽക്കുമ്പോൾ എതിരെ വന്ന ആ ഒരു മുഹമ്മദിയരുടെ വലിയ കപ്പൽ പടകള് അവിടെ കടലിൽ താഴ്ത്തപ്പെടുന്നതും പരാജയപ്പെടുന്നതും ഈ അമ്മയുടെ വലിയ ഇടപെടലിലൂടെയാണ്. പ്രിയമുള്ള അമ്മ പറയുന്നത്, നിങ്ങൾക്ക് ഇത് വിജയം കൊണ്ടുവരും നിങ്ങളുടെ ജീവിതത്തിൽ. എത്രയോ ആഴമായിട്ടുള്ള സന്ദേശങ്ങളാണ് പ്രിയമുള്ളവരെ ഈ ജപമാല ചൊല്ലുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്ന് പരിശുദ്ധ അമ്മ നമുക്ക് ആഴമായ ബോധ്യങ്ങൾ നൽകുന്നത്. ഇന്ന് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിതത്തിൽ അമ്മ ഈ പ്രാർത്ഥനയിലൂടെ വലിയ അനേകം ആത്മാക്കളെ നേടാനായിട്ട് നമുക്ക് അതുവഴി സാധിക്കുന്നു. ഈ ലോകത്തിന്റെ പല കാര്യങ്ങളിലും ഇടപെടാനും അതിന് മാറ്റം വരുത്താനും നമുക്ക് അതുവഴി സാധിക്കുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തില് പിശാചിനെതിരെ ശക്തമായ ഒരു ആയുധമായിട്ട് ഈ ജപമാലയെ അമ്മ കരുതുകയാണ്. നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പിശാച് പരാജയപ്പെടും. അതുപോലെ തന്നെ നമുക്ക് സംരക്ഷണം നൽകുന്ന, അതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ കൃപകൾ നൽകുന്ന ഒന്നാണ് ഈ ജപമാല എന്നത്. ദൈവത്തിന്റെ കൃപകൾ നമുക്ക് നൽകുന്നു, സംരക്ഷണം നൽകുന്നു. അതുപോലെ വിജയം, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വിജയിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയ്ക്ക് എന്തുന്നില്ലാത്ത വലിയ ശക്തി ദൈവത്തിന്റെ മുൻപിൽ, ത്രിത്വത്തിന്റെ മുൻപിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ ലഭിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ജപമാല ഒത്തിരി താല്പര്യത്തോടെ ഭക്തിയോടെ അമ്മയോട് ചേർന്ന് നമുക്ക് ചൊല്ലാൻ സാധിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ദൂരാസ്വസ്ഥതകളാണ്, രോഗാവസ്ഥകള്, മദ്യപാനം, മയക്കുമരുന്ന്, മക്കളുടെ വഴിവിട്ട ജീവിതം, അതുപോലെ തന്നെ പല മേഖലകളിലും ഒക്കെ നമ്മൾ പരാജയപ്പെടുകയാണ്. ആത്മീയ മേഖലയിൽ പരാജയപ്പെടുമ്പോൾ നമ്മുടെ ഭൗതിക മേഖലയിൽ നമുക്ക് പരാജയം സംഭവിക്കുന്നു. കാരണം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. ഈശോ അവിടെ പ്രവർത്തിക്കും. അതാണ് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വിജയിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.